ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒറോച്ചിമാറാനെ കുറിച്ചാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിൽ കാണാം. ബൈ. ഹലോ ഗൈസ്, ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഒറോച്ചിമാറാൻ്റെ മീനിങ് ആണ്. അതിൻ്റെ അർത്ഥം ഗ്രേറ്റ് സ്നേക്സ് എന്നാണ് ഒറോച്ചിമാറാൻ്റെ മീനിങ് ആയി വരുന്നത്. ഈ ഒരു സംഭവം നമുക്ക് എപ്പിസോഡിലെല്ലാം കാട്ടി തന്നിട്ടുണ്ടാവും. ഒറോച്ചിമാറോ ലീഫ് വില്ലേജിലായിരിക്കും ജനിക്കുന്നത്. അക്കാഡമി ജോയിൻ ചെയ്ത് ഹിറോസ സോട്ടോബിൻ്റെ ടീമിലേക്ക് വന്നു. തൻ്റെ ടീം മെമ്പേഴ്സായിട്ട് ഇരുന്നത് ജിറായ, സുനേഡ ആൻഡ് ഒറോച്ചിമാറോ ഹിറോസ. ഒറോച്ചിമാറോ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴായിരുന്നു തൻ്റെ പേരൻസ് എല്ലാം മരണപ്പെട്ടു. ഒരു വൈസ് സ്നേക്ക് കൊടുത്തിട്ടായിരുന്നു. ബട്ട് ചെറുപ്പത്തിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ എബിലിറ്റീസ് ഒന്നും അറിയില്ല. ബട്ട് ഹീറോസൻ അതിൻ്റെ അടുത്ത് കൊടുത്തപ്പോൾ ഹീറോസൻ ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അതിനുശേഷം ഒറോച്ചിമാറോ കുറേ കാര്യങ്ങൾ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയത്. തുടർന്ന് ഇവർ ഷിനോബികളായതിനു ശേഷം അവർ റെയിൻ വില്ലേജിൽ ഹാൻസോയിനെ ലെജൻഡറി സാനെന്ന് വിളിക്കുന്നത്. അങ്ങനെ പതിയെ പോകുന്ന സമയത്താണ് ഒറോച്ചിമാറോന് ഇമോർട്ടേറ്റീവ് ആണെന്ന് സമയത്താണ് ഒറോച്ചിമാറോ ഈവിലാകാൻ തുടങ്ങിയത്. ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത ജിറ്റ്സെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇത് ഡെവലപ്പ് ചെയ്യാൻ റിസോഴ്സ് സെൻറ്റർ വരെ ഉണ്ടാക്കിയിരിക്കുന്നതായിരിക്കും. ഈ സമയത്തായിരുന്നു അവർ കബൂട്ടോ കാണുന്നത്. പിന്നീട് ഒറോച്ചിമാറോ കബൂട്ടോക്ക് ട്രെയിനിങ് എല്ലാം കൊടുത്തിട്ട് എന്നിട്ട് ഒറോച്ചിമാറോൻ്റെ കൂടെ കൂട്ടുകയും ചെയ്യും. ഒറോച്ചിമാറോ ഇതേപോലെയുള്ള പരിപാടിയെല്ലാം ചെയ്യുമ്പോൾ ഹൊക്കാഗെയായിട്ടുള്ള ഹീറോസൻ സൊറുട്ടോബി ഇതിനെ നശിപ്പിക്കുകയായിരിക്കും ചെയ്യുക. ഇത് കഴിഞ്ഞാണ് ഹീറോസൻ സൊറുട്ടോബി കൊല്ലപ്പെട്ടി ഒറോച്ചിമാറോ എത്തുക. അതിനുശേഷം ചെറിയൊരു പരിപാടി നടക്കുന്നുണ്ട്. ഇറ്റാച്ചിൻ്റെ ബോഡി എടുക്കാൻ ഒറോച്ചിമാറോ ശ്രമിക്കും. എന്നാൽ ഇറ്റാച്ചിൻ്റെ മുമ്പിൽ ഒറോച്ചിമാറോൻ്റെ ഒരു ശ്രമങ്ങളും നടന്നില്ല. ഒറോച്ചിമാറോക്ക് നന്നായിട്ട് അറിയാം ഉച്ചിഹ വന്ന ഒരു സ്പെഷ്യലായിട്ടുള്ളവരാണെന്ന്. അവരുടെ ആ ശരീരങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ഒറോച്ചിമാറോ എന്നാൽ ഇറ്റാച്ചി പോയ പോട്ടെ, നമുക്ക് സാസുക്കെ മതി എന്ന് പറഞ്ഞു. ഒറോച്ചിമാറോ ആണെങ്കിൽ സാസുക്കയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ട്രെയിനിങ്ങും എല്ലാം ചെയ്യുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് സാസുകെ വന്ന് ഒറോച്ചിമാറോനെ തട്ടിക്കളയും. അറിയാം ഒറോച്ചിമാറോ ഇവിടെ മരിക്കുന്നില്ല. ഒറോച്ചിമാറോ ആണെങ്കിൽ കേസ് മാർക്കിൽ നിന്ന് വീണ്ടും ജനിച്ചുകൊണ്ടേയിരിക്കും. ഫോർത്ത് ഗ്രേഡ് നിഞ്ച വാറിൽ ഒറോച്ചിമാറോ റീനിവിഷൻ ജിറ്റ്സു ഉപയോഗിച്ചുകൊണ്ട് 4 ഹൊക്കാഗമാനെ എടുക്കുന്നു. ഇനി നമുക്ക് ഒറോച്ചിമാറോന്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസിനെ കുറിച്ച് നോക്കാം. ഒറോച്ചിമാറോക്ക് എല്ലാ ജിറ്റ്സും ടെക്നിക്സും എല്ലാം അറിയാം. ഇതിന്റെ കാരണം ഒറോച്ചിമാറോ റിസർച്ച് ചെയ്യുന്ന സമയത്തോ എല്ലാവരുടെയും DNA എടുത്തുകൊണ്ട് അവൻ്റെ ബോഡിയിൽ ഇടുമായിരിക്കും. ഒറോച്ചിമാറോൻ്റെ കയ്യിലുള്ള ജിറ്റ്സു നോക്കിയാൽ ജിറ്റ്സുവിൽ എല്ലാം ഒറോച്ചിമാറോക്ക് യൂസ് ചെയ്യാൻ അറിയാം. അവസാനം നമ്മൾ ഇവിടെ നോക്കുന്നത് ഒറോച്ചിമാറോൻ്റെ സ്റ്റേക്ക് വെച്ച് ചെയ്യാത്ത ഒരു ജിറ്റ്സുവും ഇല്ല ഈ ലോകത്ത്. ബൈഡിങ് സ്റ്റേക്ക്, 10,000 സ്റ്റേക്ക്, ഹിഡൻ സ്റ്റേക്ക് എന്നീ എല്ലാ ജിറ്റ്സും ഉപയോഗിക്കുമായിരിക്കും. ഇതിൽ നമ്മുടെ ബൈഡിങ് സ്റ്റേക്ക് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒറോച്ചിമാറോ വന്നിട്ട് ഇറ്റാച്ചിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഇറ്റാച്ചിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ഐ ജിറ്റ്സുവിൻ്റെ പേരാണ് ബൈഡിങ് സ്റ്റേക്ക്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 10,000 സ്നേക്ക്. ഇതിൻ്റെ വായി കൂടെ ഒറോച്ചിമാറോന് 10,000 സ്നേക്ക് വരുന്നതാണ് ഇതിൻ്റെ പേരാണ് 10,000 ജിറ്റ്സു എന്ന് പറയും. സ്നേക്ക് സ്ഥിരമായ ടോപ്പ് മൗണ്ടിങ് ജിറ്റ്സു ഉപയോഗിക്കുന്നില്ലേ, അതേപോലെ തന്നെ ആയിരിക്കും ഇതെല്ലാം. അവസാനമായി നമ്മൾ നോക്കുകയാണെങ്കിൽ സുമാക്കി ക്ലാൻകാർ ചെയ്യുന്ന ഡെഡ് സീമൻ സീൽ, അതും കൂടി ഒറോച്ചിമാറോക്ക് കൃത്യമായി ചെയ്യാനറിയാം. അതുപോലെ നമ്മൾ നോക്കിയാൽ റീഅനിമേഷൻ ജിറ്റ്സു ഒറോച്ചിമാറോ ഇത് യൂസ് ചെയ്താണ് ഫോർത്ത് ഗ്രേഡ് നിഞ്ച വാറിൽ 4 ഹൊക്കാഗമാരെയും റീഅനിമേഷൻ ചെയ്തത്. ജിറായും നെറൂട്ടോയും ചെയ്യുന്ന മാതിരി സമ്മണിങ് ജിറ്റ്സു പോലെ ഇതും ഒരു സമ്മണിങ് ജിറ്റ്സു ആയിട്ട് കരുതുക. വേണമെങ്കിൽ മറ്റുള്ളവരുടെ റീഅനിമേഷൻ ജിറ്റ്സു കൊണ്ടുവന്ന് മറ്റാൾക്കാരനെ ഫൈറ്റ് ചെയ്യിപ്പിക്കുക. ഫുൾ കൺട്രോളും ഒറോച്ചിമാറോൻ്റെ. ഹീറോസൻ ഫൈറ്റ് നടക്കുമ്പോൾ ഫസ്റ്റ് ഹൊക്കാഗിനെയും സെക്കൻഡ് ഹൊക്കാഗിനെയും ഒറോച്ചിമാറോ കൊണ്ടുവന്നിട്ടുണ്ടാവും. അടുത്തൊരു ഒറോച്ചിമാറോൻ്റെ ടെക്നിക്കാണ് 8 ബ്രാഞ്ച് ടെക്നിക്സ്. ഇത് വന്നിട്ട് ഇറ്റാച്ചിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോഴായിരുന്നു ഇത് ഇറക്കിയത്. ഈ ഒരു ടെക്നിക്കും ഒറോച്ചിമാറോ ഇറ്റാച്ചിൻ്റെ മുമ്പിൽ ഈസി ചെയ്യാൻ പറ്റിയില്ല. ഒറോച്ചിമാറോനെ ബോഡി റീപ്ലേസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒറോച്ചിമാറോൻ്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.